നമസ്കാരം. വോയിസ് ഓഫ് മന്നാർ ജില്ലയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ധാരാളം പേര് അത് കണ്ടു, വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് കഴിഞ്ഞ തവണ വിയർപ്പ് മാറ്റം, വിയർപ്പിൻ്റെ ദുർഗന്ധം മാറ്റാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നാട്ടുവൈദ്യ വിധി പ്രകാരം എന്നുള്ളതായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ വിയർപ്പിന് ദുർഗന്ധം വരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അത് വരാതിരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതേപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രധാനമായും മനുഷ്യന് മാത്രമേ ഈ വിയർപ്പ് എന്നുള്ള പ്രതിഭാസം ജന്തുക്കളുടെ കൂട്ടത്തിലുള്ളൂ. മറ്റ് മൃഗങ്ങൾക്കെല്ലാം ശരീരം മുഴുവൻ വിയർക്കുന്ന ഒരു സമ്പ്രദായമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് കാഴ്ചയ്ക്ക് ഗുണകരമായിട്ടോ അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് കാണാൻ പറ്റിയ തരത്തിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല. പശുക്കളുടെയൊക്കെ മൂക്ക് വിയർക്കാറുണ്ട്, അല്ല ശരീരം മൊത്തം നമ്മളെപ്പോലെ വിയർക്കാറില്ല. അപ്പം അതിൽ നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ മനുഷ്യൻ്റെ ശരീരത്തിലെ വിയർപ്പ് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന വിയർപ്പ് ജലത്തിൽ രക്തത്തിലെ മാലിന്യങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ ജലത്തിന് നിറമോ മണമോ രുചിയോ ഒന്നുമില്ല, നേരിയ ഉപ്പുരസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷേ കുറേ കഴിഞ്ഞാൽ നമ്മുടെ ഈ കക്ഷത്തിലെ ഗുഹ്യഭാഗങ്ങളിൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കഴുത്തടിയിൽ, ബ്രസ്റ്റിൻ്റെ താഴെ, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെയുള്ള വിയർപ്പിന് പെട്ടെന്ന് വല്ലാത്ത ദുർഗന്ധം വരും. അതിൻ്റെ കാരണം ആ പ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബാക്ടീരിയയുടെ പ്രവർത്തനമാണ്. അല്ലാതെ വിയർപ്പിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന രാസപദാർത്ഥങ്ങളാണ് ദുർഗന്ധം പുറപ്പെടുവിക്കുന്നത്. പിന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ഈ ബാക്ടീരിയ നമുക്ക് നിലനിൽപ്പിന് ആവശ്യം കൂടിയാണ്. അപ്പോൾ അതേ പരിപൂർണമായിട്ട് ആ ബാക്ടീരിയകളെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാനും പറ്റില്ല. അങ്ങനെയൊരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ശരീരശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2 നേരം, വേനൽക്കാലമാണെങ്കിൽ 2 നേരം ഭംഗിയായി കുളിക്കുക. സോപ്പ് ഉപയോഗിക്കാതെ ചെറുപയർ പൊടിയോ കടലമാവോ എന്തെങ്കിലും ഉപയോഗിച്ച് ദേഹം കഴുകുക. എന്നാൽ തന്നെ നമുക്കതിനൊരു പരിധിവരെ ശമനമുണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ആഹാരം നിയന്ത്രിക്കുക. കഴിയുന്നത്ര നോൺ വെജ് ഉപേക്ഷിക്കുക. രാത്രി ഉറങ്ങുക, പകൽ ഉറങ്ങാതിരിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ ചുക്കും ജീരകവും കൊത്തമല്ലിയും കൂടിയിട്ട് വെള്ളം തിളപ്പിച്ച് അത് ധാരാളം കുടിക്കുക. ഇത് നമുക്ക് രക്തത്തിലെ മാലിന്യങ്ങളെ മുഴുവൻ ഫിൽട്ടർ ചെയ്ത് പുറത്ത് കളയുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവും. ധാരാളം മൂത്രം പോവും. അപ്പോൾ വിയർപ്പിക്കൂടെ കൂടുതൽ മാലിന്യങ്ങൾ പുറത്തു വരില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ദുർഗന്ധം ഉണ്ടാകുന്ന ഒരു പരിധിവരെ തടയാം. പിന്നെ പഴയ കാലത്ത് മുത്തശ്ശിമാർ ചെയ്തിരുന്നത് ഈ ദുർഗന്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ട് തലമുടിയിൽ ഈ വിയർപ്പും എണ്ണയും കൂടെ ഒക്കെ പറ്റി പിടിച്ചിരുന്ന വല്ലാത്ത സ്മെല്ലായിരിക്കും. അതിന് പൂക്കൾ ധരിച്ചിരുന്നു സ്ത്രീകൾ. മുല്ലപ്പൂ, പിച്ചിപ്പൂ, അതുപോലെ സുഗന്ധമുള്ള പൂക്കൾ തലയിൽ ചൂടിയിരുന്നു. അതിന് വേറെ ഗുണങ്ങളുമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കഴിയുമെങ്കിൽ തുളസിക്കതർ എല്ലാ ഭാഗങ്ങളിലും എവിടേക്കാണ് നമ്മൾ ദുർഗന്ധം ഉണ്ടാകുന്ന ആ ഭാഗങ്ങളിലൊക്കെ വെച്ച് വൃത്തിയാക്കിയ കതിർ എന്ന് പറയുമ്പോൾ 3-4 ഇലയും ചെറിയൊരു പൂവും, അതാണ് തുളസിക്കതിർ. കൃഷ്ണതുളസിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതല്ലെങ്കിൽ രാമതുളസി മതി, അതല്ലെങ്കിൽ കർപ്പൂര തുളസി മതി. തുളസി വർഗ്ഗങ്ങളിൽ മണമുള്ള ഏതായാലും മതി. അത് വെച്ച് കെട്ടുക. രാത്രി കിടക്കുമ്പോൾ 4-5 ദിവസം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദുർഗന്ധം മാറിക്കിട്ടും. പിന്നെ നാൽപ്പാമര കഷായം ഉണ്ടാക്കി ചെറിയ ചൂടോടുകൂടി അതിൽ ധാര ചെയ്യുക, തലവഴി ഒഴിക്കുക. ചെറിയ ചൂടോടെ, സഹിക്കാവുന്ന ചൂടോടെ. അങ്ങനെ ചെയ്താലും ശരീരത്തിലെ വിയർപ്പിൻ്റെ ദുർഗന്ധം മാറിക്കിട്ടും. നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം ഏതാണ്ട് ശരിയായ രീതിയിൽ പോകാത്തത് കൊണ്ടുകൂടിയാണ് ഈ ദുർഗന്ധം ഉണ്ടാകുന്നത്. മോശം ബാക്ടീരിയകൾ കൂടുതൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നു. അതിന് നല്ല ഭംഗിയായിട്ട് വയറിളക്കുക. ആഹാരത്തിലെ മിതാഹാരം, സസ്യാഹാരം മാത്രമായിട്ട് നിജപ്പെടുത്തുക. എരിവ്, പുളി, എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ വിയർപ്പിൻ്റെ ഗന്ധം മാറ്റാൻ സാധിക്കും. പിന്നെ ദേഹത്ത് മുഴുവൻ അടിക്കുന്ന സ്പ്രേ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ തൈലങ്ങളുണ്ട്, പൗഡറുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള വസ്തുക്കളാണ്. ഒരിക്കലും ഗുണം ചെയ്യുന്ന ഒന്നുമില്ല. തലയിലടിക്കുന്ന ഡൈ ഉണ്ട്. മനുഷ്യൻ്റെ മുടി കറുപ്പിക്കാൻ ജന്മനാ സിദ്ധമായ ആ ഒരു വാസനയല്ലാതെ പുറമെ നിന്നുള്ള യാതൊരു സാധനം ഉപയോഗിച്ചാലും നമ്മുടെ മുടി നരച്ച് തന്നെ ഇരിക്കും കുറേ കഴിയും. പെയിൻ്റ് അടിക്കുന്ന മാതിരിയാണ്. അപ്പോൾ അത് ധരിക്കുക നമ്മൾ ആദ്യമായിട്ട്. അതുകൊണ്ട് അതൊന്നും കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക. ചർമ്മന തൈലം
ശരിയായിട്ടുള്ള ചന്ദനത്തേലും കിട്ടുകയാണെങ്കിൽ അതൊരു ഒരു തുള്ളി വിരൽ കൊണ്ട് തൊട്ട് ദേഹത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ദുർഗന്ധം മറ്റൊരാൾക്ക് അസഹ്യമാകാതിരിക്കും. അതുപോലെ തന്നെ ഊതിൻ്റെ തൈര്, അതും നല്ലതാണ്. അല്ലാതെ സ്പ്രേ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. ഭക്ഷണം നല്ല രീതിയിൽ നിയന്ത്രിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. രാത്രി പകൽ ഉറങ്ങാതിരിക്കുക. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ദേഹത്ത് തോർത്ത് കൊണ്ട് തുടയ്ക്കുക. തണുത്ത വെള്ളങ്ങളും തണുത്ത ആഹാരങ്ങളും ഒന്നും വെയിൽ കൊണ്ടിട്ട് വന്ന് കഴിക്കരുത്. അത് കഴിച്ചാൽ ദോഷകരമാണ്. ഇങ്ങനെയൊക്കെ പോയാൽ നമുക്ക് ഒരുമാതിരി പരിധി വരെയൊക്കെ നമുക്ക് ഈ ദുർഗന്ധത്തെ ഒഴിവാക്കാൻ സാധിക്കും. ഇനി അതുപോലെ വായയുടെ ദുർഗന്ധത്തെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും, അത് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത്രമാത്രമായി നിർത്തട്ടെ. ഞാൻ മാന്നാർ ജി രാധാകൃഷ്ണൻ വൈദ്യർ, പാലക്കാട്, റിട്ടയർഡ് ഫിസിഷ്യൻ, ആര്യവൈദ്യ ഫാർമസി, കോയമ്പത്തൂർ ലിമിറ്റഡ്. എൻ്റെ ഫോൺ നമ്പർ 9447352982. നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, മറ്റ് സുഹൃത്തുക്കൾക്ക് പകർന്നു കൊടുക്കുക. ഓക്കെ, നമസ്തേ.